സത്യം തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യന്റെ ഫിലോസഫി ഉണ്ടായത്. മരണമെന്ന യാഥാർത്ഥ്യത്തെ കണ്ടു. പക്ഷിമൃഗാദികൾക്കൊന്നും മരണത്തെ പേടിയില്ല. കാരണം മരിക്കുമ്പോൾ മാത്രമേ മരിക്കൂ. അവർക്ക് മരിക്കുമ്പോൾ ഒറ്റയൊരു മരണമേ ഉള്ളൂ. നമ്മളെപ്പോഴും മരണം മരണം മരണോ. പ്രായമുള്ള ആളോട് ചെന്ന് നോക്കിയിട്ട് എന്തെല്ലാം വില്യമേശം ഇങ്ങനെയുണ്ട്, എന്തെന്ന് അവനെ എപ്പോ അങ്ങ് വിളിക്കുവാന്നറിയില്ല. എപ്പോ വിളിക്കുന്നതിന് പേടിയുള്ളവരെ എപ്പോ ഇത് പറഞ്ഞു കൊടുക്കുക. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. രണ്ടല്ല, ഒന്ന് പറഞ്ഞാൽ രണ്ടല്ല. നമ്മുടെ ശരീരം ഒരു പാത്രമാണ്. ആ പാത്രത്തിൽ നമുക്ക് മുക്കിക്കിട്ടിയ വെള്ളം ജീവാത്മാവാണ്. ആ ജീവാത്മാവും പരമാത്മാവും വേറെയല്ല. അത് തന്നെ ഇത്, ഇത് തന്നെ അത്. നശിച്ചു പോകുന്നതിൽ നിന്നും നശിക്കാത്തൊരു സത്യത്തിലേക്ക് യാത്ര. അതാ അസതോമാ സദ്ഗമയ. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ അമ്പലത്തിൽ വരുമ്പോ എല്ലാവരും കുളിച്ചില്ലേ, മുടി ചീകിയില്ലേ, പൗഡർ ഇട്ടില്ലേ, പൊട്ടുതൊട്ടില്ലേ, അല്ലേ? ആ തലയുണ്ടല്ലോ, കണ്ണാടിയിൽ മുമ്പിൽ നോക്കി ആ സ്റ്റൈലുണ്ട്, ഉറപ്പിച്ച തലയില്ലേ? ആ തല 100 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവും ആലോചിച്ചിട്ട്. അതുപോലെ ഉണ്ടാവും. 100 കൊല്ലം കഴിഞ്ഞെന്ന് പറഞ്ഞു കേട്ടിട്ട് ആർക്കൊന്നും കുരുപൊട്ടണ്ട, ലഡു പൊട്ടണ്ട. കുറിച്ച് കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് ഞാൻ 100ന്റെ കണക്ക് പറഞ്ഞു. 100 ഇനിയും നിൽക്കുന്നൊന്നും വിചാരിച്ചുകൊണ്ടായിരുന്നു. 100 കൊല്ലം കഴിഞ്ഞാൽ ഈ തലയും ഈ ശരീരമൊക്കെ എവിടെ ഉണ്ടാവും ആർക്കെങ്കിലും അറിയാവോ? തീയിലിട്ട് ചുട്ടുപോയോ, മണ്ണിന്റെ ഉള്ളിൽ കൃമിയായി പോയോ? കടുവന്റെ വയറ്റിൽ പോവെന്നറിയോ? അല്ലേ? കടുവന്റെ വയറ്റിൽ പോയ. അതാണ് രാമായണത്തിൽ പറയുന്നത്. ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കീഴെ കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. നമ്പൂരിനെ ചുട്ടാലും MLA ചുട്ടാലും MP ചുട്ടാലും പഞ്ചായത്ത് മെമ്പറെ ചുട്ടാലും വെണ്ണീരൊരുപോലെയാ. മൃഗങ്ങൾ തിന്ന കാട്ടം നമ്പൂരിൽ തിന്ന സ്വർണത്തിന്റെ ആവില്ല. കാട്ടൽ ഒരുപോലെയാ. മണ്ണിലെ ഉള്ളിൽ കുഴിച്ചിട്ടാൽ ഇത് പ്രധാനമന്ത്രിയുടെ ശരീരം തിന്നണ്ടാന്ന് കൃമി തീരുമാനിക്കൂല. എല്ലാവരും കൃമികൾ തിന്നു, എല്ലാരും തിന്നു. ആ ശരീരം പൊട്ടെല്ലാം തൊട്ട് തിലകം ചാർത്തി ചിരിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാനുഴറിയ നീയും വിലപിടിയാതൊരു തലയോടായി മാറൂലേ. ഈ സത്യം തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യന്റെ ഫിലോസഫി ഉണ്ടായത്. മരണമെന്ന യാഥാർത്ഥ്യത്തെ കണ്ടു. പക്ഷിമൃഗാദികൾക്കൊന്നും മരണത്തെ പേടിയില്ല. കാരണം മരിക്കുമ്പോൾ മാത്രമേ മരിക്കൂ. മരിക്കും. മരണത്തെ പറ്റി എപ്പോഴും ചിന്തിക്കൂല നമ്മളെ പോലെ. അവർക്ക് മരിക്കുമ്പോൾ ഒറ്റയൊരു മരണമേ ഉള്ളൂ. നമ്മളെപ്പോഴും മരണം മരണം മരണോ. പ്രായമുള്ള ആളോട് ചെന്ന് നോക്കിയിട്ട് എന്തെല്ലാം വില്യമേശം ഇങ്ങനെയുണ്ട്, എന്തെന്ന് അവനെ എപ്പോ അങ്ങ് വിളിക്കുവാന്നറിയില്ല. എപ്പോ വിളിക്കുന്നതിന് പേടിയുള്ളവരെ എപ്പോ ഇത് പറഞ്ഞു കൊടുക്കുക. എപ്പോ അങ്ങ് വിളിക്കുവാന്നറിയില്ല. നമ്മളെപ്പോഴും മരണത്തെ പറ്റി ചിന്തിക്കുന്നു. കാരണം കുഞ്ഞിനി മാഷ് ഒരു കവിതയുണ്ട്, ജീവിതം മരണത്തെ ഒന്നും പഠിപ്പിക്കുന്നില്ല, മരണം ജീവിതത്തെ സകലതും പഠിപ്പിക്കുന്നു. നമ്മുടെ ഫിലോസഫി ഉണ്ടായത് ജീവിതം നശ്വരമാണെന്ന ചിന്തയും സമയം പരിമിതമാണെന്ന ചിന്തയുമാണ്. സമയത്തെക്കുറിച്ച് ഒരു ബേജാറും പക്ഷിമൃഗാദികൾക്കില്ല. അവർക്ക് വാച്ചില്ല, അവർക്ക് മണിക്കൂറില്ല, മിനിറ്റില്ല. നമുക്ക് സമയം 90 വയസ്സ് വരെ ജീവിക്കുക. നമ്മള് 90 വയസ്സ് വരെ ജീവിക്കുമ്പോ അയ്യോ 35 കൊല്ലം ഉറങ്ങിപ്പോവല്ലോ. 24-ന് 3-1 8, 3-1 ഉറങ്ങുന്നില്ല ഡെയിലി. 90-ന്റെ 3-1 30. ചെറിയ കുട്ടിയായിരിക്കുമ്പോ 8 മണിക്കൂറിലല്ലോ, 10, 12, 13 മണിക്കൂറിൽ ഉറങ്ങും കുട്ടികൾ. ഒരു 60-70 കഴിഞ്ഞാലും കൂടുതൽ ഉറങ്ങൂലേ? അപ്പൊ ഒരു 5 കൊല്ലം എക്സ്ട്രാ കാണണ്ടേ? അപ്പൊ 35 കൊല്ലം നമ്മൾ ഒരായുസിൽ ഉറങ്ങിപ്പോവും. 35 കൊല്ലം നമുക്കത് മനസ്സിലാവാതെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നുണ്ടാ, കുറേശ്ശെ ഡെയിലി ഉറങ്ങുന്നുണ്ടാ. ഒന്നിച്ച് കുട്ടിയൊക്കെ നമ്മുടെ ഒരായുസിൽ 35 കൊല്ലം നമ്മൾ അറിയുന്നില്ല നമ്മളുണ്ടെന്ന്. നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങൾ അറിയും നിങ്ങൾ ഉണ്ടെന്ന്. അടുത്ത് കിടക്കുന്ന ആളറിയും കൂർക്കം വലി കേട്ടിട്ട്, നമ്മളറിയില്ലല്ലോ. അപ്പൊ നമ്മളുണ്ടെന്ന് അറിയുന്നത് 55 കൊല്ലമാ. ഒരു 90 വയസ്സ് വരെ ജീവിക്കുന്നതാണെങ്കിൽ അതിൽ കുറഞ്ഞാൽ അതിൽ പോയി. 55 കൊല്ലം ജീവിക്കുമ്പോ തിന്നാൻ വേണ്ടി മാത്രം 10 കൊല്ലം വേണം. അറിയാം, ഭക്ഷണം അന്വേഷിക്കാൻ, തിന്നാൻ, കൈ കഴുകാൻ, പാത്രം കഴുകാൻ, പാചകം ചെയ്യാൻ, എല്ലാം കൂടി തിന്നാൻ വേണ്ടിയിട്ട് മാത്രം 10 കൊല്ലം ചെലവ്. ഇനി 45 പകുതി പോയില്ലേ? 90-ന് പകുതി പോയി. തിന്നാ പോരല്ലോ.
വിസർജനം വേണ്ടേ? പ്രധാനമന്ത്രിയായാലും കക്കൂസ് കൊണ്ടേ വിസർജനം വേണം. വിസർജനം എത്ര പ്രാവശ്യം മൂത്രയ്ക്കുമ്പോൾ ഒഴിക്കുന്ന സമയം കുട്ടിയെ പോലെ ഇടുന്ന നടനാടി എത്തണം, ആട് നീ എത്തുന്ന എല്ലാം കൂട്ടണ്ടേ. അതിന്റെ കുളിക്കാനും പല്ല് തേക്കാൻ ആകെ ഒരു 2-3 മിനിറ്റേ പല്ല് തേക്കുള്ളൂ. പക്ഷെ നിങ്ങൾ പല്ല് തേക്കാൻ പേസ്റ്റും ബ്രഷും എടുത്തിട്ട് അതിൽ നടന്ന് ആടെ പോയി ആടുന്ന ലേശം തുപ്പി എന്നിട്ട് ഈരാണ് വീടെ തുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എത്ര സമയം എടുക്കും? ഒരായുസിൽ നമ്മുടെ ശുചീകരണത്തിന് മാത്രം, വിസർജനത്തിന് മാത്രം 10 കൊല്ലെടുക്കും കേട്ടോ. പണ്ടിത്ര ഇല്ല, ഇപ്പൊ കൂടുതലാ. പണ്ട് നാടൻ കക്കൂസുള്ള കാലത്ത് മുട്ടുമടക്കി ഇരിക്കുമ്പോൾ മുട്ട് കടച്ചിലെടുത്തിട്ട് വേഗം എണീറ്റ് പോകും. ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലേ, എത്ര നേരം ഇരുന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. വരുമ്പോ കറക്റ്റ് ആടെ ഇരിക്കും. ചെറുപ്പക്കാരന്റെ മൊബൈലും കൊണ്ടായി ഉള്ളിൽ കയറുന്നു. ആടെ എത്തിയിട്ടാ പലതും ഡൗൺലോഡ് ചെയ്യുന്നത്. മേലേന്ന് ഡൗൺലോഡിങ്, താഴേന്ന് ഡൗൺലോഡിങ്, രണ്ടും നടക്കുന്നുണ്ട്. 10 കൊല്ലം അങ്ങനെയും പോയി. 35 10 കൊല്ലം അസുഖമായി കിടക്കും. അസുഖം വന്ന് കിടക്കും. എത്ര തന്നു കിടക്കും? 70 കഴിഞ്ഞാൽ അധികം കിടക്കും. ആദ്യത്തെ 2 കൊല്ലം കുട്ടിയായിരിക്കുമ്പോ കിടപ്പിഞ്ഞല്ലേ. 10 കൊല്ലം അസുഖം വന്ന് കിടക്കും. ഇനി 25 ഈ 25 10 കൊല്ലം മേക്കപ്പ് ചെയ്യണം. മുടി ചെയ്യാൻ, മുടിന്റെ ചിക്ക് പോക്കാൻ സമയത്ത് പൗഡർ ഇടാൻ, പൊട്ടു തൊടാൻ, മീശ കട്ടിയാൻ, താടി വടിക്കാൻ, പിരിയം പൊരിക്കാൻ, വരച്ചുണ്ടാക്കാൻ, എല്ലാം കൂടി ഒരായുസിൽ നമ്മളെ സൗന്ദര്യവൽക്കരണത്തിന് 10 കൊല്ലം. ഇനി എത്രയാ? 15 കൊല്ലം. ആ 15 കൊല്ലെങ്കിലും മനുഷ്യനാവണ്ടേ? ഈ ബോധം മനുഷ്യർക്കേ ഉള്ളൂ. പക്ഷിമൃഗാദികൾക്ക് സമയപരിമിതിയില്ല, അവർക്ക് കാലപരിമിതിയില്ല, ദേശപരിമിതിയില്ല. നമുക്കതെല്ലാം ഉണ്ട്. നമുക്ക് മരിക്കുമല്ലോ, അതിനുള്ളിൽ തീർക്കാനുള്ളതെല്ലാം ഉള്ള ബേജാറുണ്ട്. നമുക്ക് ഫിലോസഫിയുണ്ട്, അവനവനെ അറിയാം, തന്റെ ഉള്ളറിയാം. അപ്പോ മനുഷ്യൻ ചിന്തകൾ ഉണ്ടാകും. ഉള്ള പരിമിതമായ സമയം ഈ അസത്തിനേക്കാൾ പ്രധാനം സ്ഥിരമായി നിൽക്കുന്ന അകത്തുള്ള സത്താണ്. ഈ സത്ത് എന്നിലും നിന്നിലുള്ള സത്ത് ഒന്ന് തന്നെയാ. അഹം ബ്രഹ്മാസ്മി തത്വമസി, അത് തന്നെ നീയാകുന്നു. അതാണ് തലേ ദിവസം വരെ വെള്ളടിച്ച് തെരഞ്ഞോനായിരിക്കും. പക്ഷെ അവൻ ഒരു ഗുരുസ്വാമിന്റെ അടുത്ത് പോയിട്ട് ഒരു മാല വാങ്ങി ഒരു കറുപ്പെടുത്താ പിന്നെ എന്തോ അവനെ വിളിക്കുക? സ്വാമി, അയ്യപ്പ. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. രണ്ടല്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടല്ല. രണ്ട് എന്ന് പറഞ്ഞതിന് ദ്വൈതം എന്ന് പറയും, രണ്ടല്ല എന്നതിന് അദ്വൈതം എന്ന് പറയും. അതാണ് ഭാരതത്തിന്റെ അദ്വൈതം. ഇവിടെയുള്ള എല്ലാം ഒന്നാണ്. ഒന്നിന്റെ വേർതിരിവുകളാണെല്ലാം. ഇതിനകത്തൊരു സത്തുണ്ട്. ആ സത്ത് നമ്മുടെ ശരീരമാകുന്ന പാത്രത്തിൽ മുക്കിയെടുത്ത കുളത്തിലെ വെള്ളമാണ്. കുളമാണ് പ്രപഞ്ചം. ആ കുളത്തിലുള്ള വെള്ളമാണ് പരമാത്മാവ്. നമ്മുടെ ശരീരം ഒരു പാത്രമാണ്. ആ പാത്രത്തിൽ നമുക്ക് മുക്കിക്കിട്ടിയ വെള്ളം ജീവാത്മാവാണ്. ആ ജീവാത്മാവും പരമാത്മാവും വേറെയല്ല. അത് തന്നെ ഇത്, ഇത് തന്നെ അത്. ആ കുളത്തിൽ ഒരു ദിവസം പാത്രം മുക്കുമ്പോൾ മൺകലം പൊട്ടിപ്പോയി, കല്ലിന് കുത്തിയിട്ട്. മൺകലം പൊളിഞ്ഞാൽ പാത്രത്തിനകത്തുള്ള വെള്ളം പുറത്തുള്ള കുളത്തിലെ വെള്ളത്തിൽ തന്നെ ലയിച്ചു ചേരുമല്ലോ. ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരും. അതാ മരണം. മനസ്സിലായത്? അപ്പൊ ആ ജീവാത്മാവും പരമാത്മാവും വേറെയാണോ? രണ്ടില്ല, ഒന്ന് തന്നെയാണ്. അത് ഹിന്ദുവിന്റെ ഉള്ളിലുള്ള പരമാത്മാവ് ജീവാത്മാവും, മുസ്ലിമിന്റെ ഉള്ളിലുള്ള ജീവാത്മാവും, ക്രിസ്ത്യാനിന്റെ ജീവാത്മാവും, വേടന്റെ ജീവാത്മാവും, അധകൃതന്റെ ആദിവാസിയുടെ ഉള്ളിലുള്ള ജീവാത്മാവും എല്ലാം വേറെയാണോ? ഒന്നല്ല, ഇതെല്ലാം ഒന്നാ. ആ സത്തിനെ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവ ദർശനം നിങ്ങൾ ഉള്ളിലേക്ക് നീന്തുന്നത്. എല്ലാം ഒന്നാണെന്നുള്ള ഹൈന്ദവ ദർശനം അതാണ്. ആ ജീവാത്മാവ് സത്താണ്. അപ്പൊ ഈ അസത്തിൽ നിന്ന് സത്തിലേക്കുള്ള യാത്രയാണ്. ഈ സത്തങ്ങ് പോയാൽ പിന്നെ ആരെങ്കിലും വില വെക്കുവോ? നിങ്ങളിപ്പോ അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട് ഓർക്കാട്ടേരി ചന്തക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ചൊരുങ്ങി നിന്നേരോ ആടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിളിച്ചിട്ട് പോകും മിണ്ടുന്നില്ല. നോക്കുമ്പോ പോയി ആള് പോയി. ഏതായാലും ഊർ കുളിച്ചൊരുങ്ങി ഇറങ്ങിയതല്ലേ, ഒന്നാടെ കൊണ്ട് ഇരുത്താന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇങ്ങ് കയറ്റുവോ? ഈ സത്തങ്ങ് പോയ ഇത് അസത്താന്ന്. സത്തങ്ങ് പോയാൽ ഇത് അസത്താ. തിക്കുറിശി സുകുമാരൻ നായരെ അറിയാവോ? നല്ല നടനാ. അദ്ദേഹം നല്ല പാട്ടെഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. കാർക്കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർനെറ്റി തടത്തിനെന്തിനു
സിന്ദൂരത്തിലകം. ഭാര്യയുടെ മുടിയെ വർണ്ണിക്കുക. നിന്റെ മുടിക്ക് വാസന തൈലൊന്നും ഹെയർ ഓയിലൊന്നും വേണ്ട, മുങ്ങുമണമൊന്നുമില്ല, നല്ല സുഗന്ധമുണ്ട് എന്ന് കേട്ടാ നിങ്ങൾക്ക് പിന്നെ വേറെ എന്താ വേണ്ടത്? ഭർത്താവിനൊരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഭർത്താവ് നല്ല ടേസ്റ്റോടെ തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ച ഒരു സാധനത ആയിരുന്നു വലിയത്. അതെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? ഈ സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തലയിലെ മുടിക്ക്, മൂക്കിന് താഴെയുള്ള മീശയ്ക്ക് വിലയുള്ളൂ. സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് വെറും അസത്ത. നെയിൽ പോളിഷിട്ട് പുന്നാരിച്ച് വളർത്തിയെടുത്ത നഖം മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എന്റെ സ്വന്തം നഖല്ലേ ഹോർലിക്സിന്റെ കുപ്പിയിലിട്ട് വെക്കലുണ്ടാവും. അത് അസത്ത. എത്രയെത്ര ഭക്ഷണം ഞാൻ ചെറുപ്പത്തിൽ കഴിച്ച പല്ലാന്ന് എന്റെ പല്ല്, അത് കൊഴിഞ്ഞു പോയാൽ ഇതവിടെ നിൽക്കട്ടെ, സൂക്ഷിച്ചു വെക്കുക. അത് അസത്ത അല്ലേ? വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുങ്ങുന്ന പുണ്യജലമാണ്. പക്ഷെ വായക്ക് പുറത്തു വന്നാലോ അത് അസത്ത, തുപ്പല. ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ ഇതല്ല അസൈശരി. ഐ ആം പ്രൗഡ് ഓഫ് ഹിന്ദു ബിക്കോസ് ഞാൻ ഹിന്ദു എന്ന നിലയിൽ അഭിമാനിക്കുന്നു. കാരണം ഹിന്ദു ഈസ് നത്തിങ് എക്സ്ക്ലൂഡ്സ്, എവരിതിങ് ഇൻക്ലൂഡ്സ്. എന്താ മലയാളം? ഒന്നിനെയും തിരസ്കരിക്കുന്നതല്ല, എല്ലാറ്റിനെയും സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം. ഒന്നിനെയും ഒഴിവാക്കാനല്ല, എല്ലാറ്റിനെയും സ്വന്തമാക്കി മാറ്റാൻ കഴിയുന്നു. എല്ലാറ്റിനെയും സ്വന്തമാക്കി മാറ്റാൻ കഴിയുന്നു. എല്ലാവരെയും അതിഥിയായി സ്വീകരിക്കുന്നു. സാമൂതിരി രാജാവ് പോർച്ചുഗീസുകാർ വന്നപ്പോ അവർക്ക് പള്ളിയെടുക്കാൻ സ്ഥലം കൊടുത്തത് ചേരമാൻ പെരുമാളാണ്, സാമൂതിരിയാണ്. അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു. പള്ളിയെടുത്താൽ മാത്രം പോരാ, അവിടെ ആശാരിമാരെ കൊടുത്തത്, അവരെ ഇവിടെ അമ്പലം ഉണ്ടാക്കുന്ന ആശാരിമാരെയാണ് അന്നത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്തത്. ആശാരിമാർക്ക് പേർഷ്യൻ മോഡലില് പള്ളി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അറേബ്യൻ പള്ളി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അവർ ഹിന്ദു മോഡല്, അമ്പലത്തിന്റെ മോഡല് പള്ളി ഉണ്ടായി കൊടുത്തു. അപ്പൊ പഴയ പള്ളികളെല്ലാം അമ്പലം മോഡലായപ്പോ ഇപ്പൊ കുറച്ചാൾ പറയാ അത് നമ്മളെ പണ്ടത്തെ അമ്പലം. കാരണം ഈ അമ്പലം ഈ പള്ളി ഉണ്ടായി കൊടുത്ത ആള് അറേബ്യയിൽ നിന്ന് വന്ന ആളല്ലല്ലോ, ഇവിടെയുള്ള ആളല്ലേ. അപ്പൊ അവരുണ്ടാക്കുന്ന അമ്പലങ്ങളെല്ലാം എങ്ങനെയാ, പള്ളികൾ എങ്ങനെയാ, അമ്പലത്തിന്റെ മോഡലാ. അപ്പൊ അമ്പലത്തിന്റെ മോഡല് പള്ളി ഉണ്ടാക്കിയപ്പോ ഇപ്പൊ കുറച്ചാൾ പറയാ അത് നമ്മൾ പണ്ടത്തെ അമ്പലം കേട്ടോ, അത് പൊളിക്കണം, പള്ളി പൊളിക്കണോ, ഇത് നമ്മൾ അമ്പലം. അങ്ങനെയല്ല, അത് തെറ്റിദ്ധരിച്ചതാ. അവർക്ക് ശില്പികളെ കൊടുത്തു. ശില്പികളെ കൊടുക്കുക മാത്രമല്ല, അവർക്കിവിടെ പെറ്റുപോറ്റ് വളർത്തിയാൽ അന്ന് വന്നവര് പെണ്ണുങ്ങൾ വന്നിട്ടില്ല കൂടെ. അവരിവിടെ നിൽക്കണമെങ്കിൽ സ്ത്രീകൾ വേണ്ടേ, മക്കളുണ്ടാവണമെങ്കിൽ മക്കളെ പെണ്ണുങ്ങളെ കൊടുത്തു, കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ മറ്റു മതങ്ങളെല്ലാം വന്നത്. എല്ലാറ്റിനെയും സ്വീകരിച്ചിട്ടും ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഹൈന്ദവ പാരമ്പര്യങ്ങൾ നശിച്ചു പോയിട്ടില്ല. ആയിരക്കണക്കിന് വർഷമായിട്ട് ഇവിടെ 5 നൂറ്റാണ്ട് മുഗളന്മാർ ഭരിച്ചിരുന്നു, ബൗദ്ധന്മാർ ഭരിച്ചിരുന്നു, ജൈനന്മാർ ഭരിച്ചിരുന്നു. അവരെല്ലാം ഭരിച്ചിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ കരുത്തുകൊണ്ട് ഇവിടുത്തെ മതം ഇല്ലാതായി പോയിട്ടില്ല. പലയിടങ്ങളിലും മതങ്ങൾ ഇല്ലാതായി. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണം എന്താ? യഹോവയാണ് ലോകത്താദ്യം മനുഷ്യരെ സൃഷ്ടിച്ച 6-ാം ദിവസം മണ്ണാൽ സൃഷ്ടിച്ചു മർത്യനെ. യഹോവ സൃഷ്ടിച്ച ഇസ്രായേലില്ല. ആ ഇസ്രായേലിൽ പക്ഷേ ഇസ്രായേലികൾ മതം, അവരുടെ യഹൂദ മതം നശിച്ച് ഇല്ലാതായി പോയിരുന്നു. അവര് പലയിടങ്ങളിൽ പോയിട്ട് അവസാനം തിരിച്ചു പിടിച്ചപ്പോ അവിടെ ഭരിച്ചിരുന്ന പാലസ്തീനികളെ പുറത്താക്കി. അപ്പൊ പാലസ്തീനികൾ തെണ്ടികളായി നടന്നു. അതിന്റെ പേരിൽ അവിടെ ഇപ്പോഴും യുദ്ധം, എപ്പോഴും കലാപം. പല മതങ്ങളും സ്വന്തം നാട്ടിൽ നശിച്ചു പോയപ്പോൾ ഇന്ന് നമ്മുടെ മതം, ഹൈന്ദവ സംസ്കാരം ഇന്ത്യയിൽ നശിക്കാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണെന്ന് അറിയുക. ഒന്നിനെയും വെറുത്തിട്ടല്ല, എല്ലാത്തിനെയും സ്നേഹിച്ചിട്ട് കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ്. മതം എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് എന്തിനാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്? വോട്ട് പിടിക്കാൻ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ജാഥ നടത്താൻ രാഷ്ട്രീയ പാർട്ടിയുണ്ട്, എല്ലാമുണ്ട്. മതമുണ്ടാക്കിയത് വോട്ട് പിടിക്കാനും, മതമുണ്ടാക്കിയത് പൈസ ഉണ്ടാക്കാനുമല്ല. മതമുണ്ടാക്കിയത് മനുഷ്യൻ ആന്തരിക ദർശനം കൊടുക്കാനാണ്, അകത്ത് വെളിച്ചം കൊടുക്കാനാണ്. ആ വെളിച്ചത്തെയാണ് വേദങ്ങളുടെ മൂലമന്ത്രം ആദ്യം പ്രാർത്ഥിച്ചത്. വേദങ്ങളുടെ മൂലമന്ത്രം എന്താ? സൂര്യഗായത്രി. സൂര്യഗായത്രി എന്താ? സൂര്യഗായത്രി അതിനെക്കുറിച്ച് മനോഹരമായ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് വയലാർ രാമവർമ്മ, സൂര്യഗായത്രിയെ കുറിച്ചിട്ട്.
പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സപ്തവിദുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ മന്ത്രങ്ങളെല്ലാം നമുക്കറിയാമെന്നല്ലാതെ, മന്ത്രങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നല്ലാതെ ഒരു മന്ത്രത്തിന്റെയും അർത്ഥം പഠിക്കാത്തതാണ് നമുക്ക് പറ്റിയ അബദ്ധം. നമ്മൾ ചെയ്യുന്ന പ്രജ്ഞാപരാധമാണ്. പ്രജ്ഞാപരാധമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി പാകിസ്ഥാനല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി കോവിഡ് അല്ല. ഏറ്റവും വലിയ ഭീഷണി കടുവയല്ല, ആനയല്ല. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രജ്ഞാപരാധം. പ്രജ്ഞയുള്ളവനാണ് മനുഷ്യൻ. എന്നിട്ട് അറിവുണ്ടായിട്ടും ആ അറിവിനോട് അപരാധം ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് വിദ്യയെ കുറിച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടൊരു സങ്കല്പം ഉപനിഷത്തിലുണ്ട്. വിദ്യയാമൃതമശ്നുതേ. വിദ്യയാമൃതമശ്നുതേ. വിദ്യയാണ് അശ്നുതേ. എല്ലാ കാലത്തേക്കും അമൃതായിട്ട് മരിക്കാതെ നിൽക്കുന്നത് അറിവാണ്. ആ വിദ്യയാണ് വെളിച്ചം. എന്താണ് ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥം? ഓം എന്നാ തുടങ്ങുന്നത്. ഓം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമാണെന്ന് വിചാരിക്കരുത്. കാരണം ഓം എന്ന മന്ത്രമുണ്ടാകുന്ന കാലത്ത് ഈ ഭൂമിയിൽ ഒരു മതവുമില്ല. ഹിന്ദു മതമില്ല, ഇസ്ലാം മതമില്ല, ക്രിസ്തു മതമില്ല, യഹൂദ മതമില്ല. ഓം എന്ന് ചൊല്ലുന്ന കാലഘട്ടത്തിൽ ഒരു മതവുമില്ല. അത് പ്രകൃതിയുടെ 3 നിയമങ്ങളാണ്. എന്താ 3 നിയമങ്ങൾ? ആ ഊ അം കൂട്ടി വായിച്ചാൽ ഓം. ആ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നു, ഊ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നു, അം എന്ന് പറഞ്ഞാൽ മരിക്കുന്നു. ഈ പ്രകൃതിയിൽ ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നുവല്ല. ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം 3 മൂർത്തികളായിട്ട് നമ്മൾ സങ്കല്പിച്ചത്. അതുകൊണ്ടാണ് ഭാരതത്തിൽ 3 എന്ന നമ്പർ വിശിഷ്ട നമ്പറായതുകൊണ്ട്. നമ്മൾ തൊട്ട് തലയിൽ വെക്കുന്നത് 3 പ്രാവശ്യമല്ലേ? അമ്പലം ചുറ്റുന്നത് 3 പ്രാവശ്യമല്ലേ? കല്യാണ പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് ദീപം വലം വെക്കുന്നത് 3 പ്രാവശ്യമല്ലേ? ഉഴിയുന്നത് 3 പ്രാവശ്യമല്ലേ? മരിച്ചിട്ട് അവസാനം കുഴിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് 3 പ്രാവശ്യം ആട്ടു. എന്നാ 3 ജനിച്ചു, ജീവിച്ചു, ഇതാ മരിച്ചു, പൊട്ടറൈറ്റ്. അതാണ് 3. 3ന്റെ കണക്കതാ. ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ഇത് കൂട്ടി പറഞ്ഞാൽ ഓം എന്നാണ്. എന്താണെന്ന് അറിയാതെ ചെല്ലുക. മറ്റായിരക്കണക്കിന് ദൈവങ്ങളുണ്ടെങ്കിലും ശബരിമല ഇത്രയും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം മലയാളികളുടെ ഒരു മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെടുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം. മനുഷ്യൻ ദൈവികതയിലേക്ക്. മറ്റാര്യ ദൈവങ്ങളെല്ലാം, മറ്റു ദൈവങ്ങളെല്ലാം ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണ് മറ്റു മതങ്ങളുടെയും, മറ്റു ഹിന്ദു മതത്തിൽ തന്നെ ഉത്തരേന്ത്യയിലും ദൈവങ്ങളല്ല. എന്നാൽ ദക്ഷിണ ഭാരതത്തിലെ ദൈവങ്ങളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ ദൈവങ്ങളെല്ലാം മനുഷ്യൻ ദൈവമായി ഉയർത്തപ്പെട്ടവരാണ്. ജനിക്കുമ്പോൾ വെറും മനുഷ്യൻ, പിന്നീട് ദൈവമായി ഉയർത്തപ്പെട്ടവരാണ്. പന്തയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തള മന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി. അതാണല്ലോ അയ്യപ്പൻ. അട്ടപ്പാടി കുന്നിൽ പോയവർക്കറിയാം, അവിടുത്തെ ഏറ്റവും മേലെയുള്ള കുന്നിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ കോയമ്പത്തൂർ പട്ടണം കാണാം. എന്നാൽ ആ കോയമ്പത്തൂർ പട്ടണത്തിലെ ഒരു മല തടസ്സപ്പെടുത്തുന്നുണ്ട്. പകുതിയെ കാണൂ. ആ മലയുടെ പേര് മരുതുമല എന്നാണ്. ആ മരുതുമലയിൽ മുരുകൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനാണ് പളനി ആണ്ടവനായി ഉയർത്തപ്പെട്ടത്. കീരവാണിയുടെ പ്രശസ്തമായ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരുതുമലൈ വാണവനേ മുരുകയ്യ. മരുതുമലയിലെ മുരുകനാണ് പളനി ആണ്ടവനായത്. ഞാൻ കണ്ണൂർ ജില്ലക്കാരൻ. കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരത്തിനപ്പുറത്ത് എരുവേശി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ ഒരു ചെറിയൊരു പുഴയുണ്ട്. ആ പുഴയുടെ തീരം നാടുവഴി ഭരിച്ചിരുന്നത് അയ്യങ്കര നാടുവാഴിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിക്കുട്ടിയമ്മ എന്ന പാടിക്കുട്ടിയമ്മയാണ്. ഇവർക്ക് മക്കളില്ല.
മക്കളില്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കുമ്പോഴാണ് പാടിക്കുറ്റിയമ്മ ആ പുഴയിൽ ഒരു ദിവസം കുളിക്കാൻ പോയപ്പോ ആ പുഴയിലൂടെ ഒരു കുട്ടി ഒഴുകി വന്നു. ഏതോ ഒരു അനാഥ കുട്ടി. ആ കുട്ടി ഒഴുകി വന്നപ്പോ ഭാരതത്തിൽ ഇങ്ങനെ പുഴയിൽ ഒഴുകി വരുന്ന കുട്ടികളാണ് വലിയ കഥാപാത്രമായി മാറിയത്. മഹാഭാരതത്തിൽ പുഴയിൽ ഒഴുകി വന്ന കുട്ടിയാണ് കുന്തി ഒഴുക്കി വിട്ടിട്ട് അതിരഥനും രാധയ്ക്കും എടുത്തു വളർത്തിയ സൂതപുത്രനാണ് കർണൻ എന്ന് പറയുന്ന അദ്വിതീയ കഥാപാത്രമായത്. അതുപോലെ ഈ കുട്ടി ഒഴുകി വന്നിട്ട് ആ കുട്ടിയുടെ നെറ്റി ഒരു കല്ലിൽ കൊണ്ടുപോയി കുത്തി നിന്നപ്പോ ആ കല്ലിപ്പോഴുമുണ്ട് തിരുനെറ്റിക്കല്ല്. ആ തിരുനെറ്റിക്കല്ലിൽ കുത്തി നിന്ന ആ കുട്ടിയെ പാടിക്കുറ്റിയമ്മ മാറോട് ചേർത്ത് പിടിച്ചിട്ട് മകനാക്കി വളർത്തി അവനാണ് മുത്തപ്പനായത്. കരുവന്നൂർ വീരൻ കാസർഗോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധ്യ പുരുഷനാണ്. കരുവന്നൂർ വീരനെ നോമ്പു നോറ്റിരുന്നു മാമണിപ്പീലി പോലഴകോലും ചെമ്മരത്തി എന്ന പാട്ട് കേട്ടിട്ടില്ലേ കളിയാട്ട സിനിമയിൽ? ആ കരുവന്നൂർ വീരൻ ഒരു വീരനായകനായിരുന്നു. ഇനിയുമുണ്ട്. അക്ഷരം പഠിച്ച ഒരു സ്ത്രീകൾക്ക് അക്ഷരം നിഷേധിച്ച കാലത്ത് അക്ഷരം പഠിച്ച് സംസ്കൃതം പഠിച്ചു ഒരു പെണ്ണ്. കാരണം ഋതുമതിയായ അവസരത്തിൽ ഇവൾ സംസ്കൃതം ചൊല്ലിയാൽ സംസ്കൃത ഭാഷ നശിച്ചു പോകുമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് സ്ത്രീകൾ സംസ്കൃതം പഠിക്കാൻ പാടില്ല, അക്ഷരം പഠിക്കാൻ പാടില്ല. അവൾ അക്ഷരം പഠിച്ചിട്ട് വലിയ മുഖ്യസ്ഥന്മാര് ബ്രാഹ്മണ തമ്പുരാക്കന്മാരുമായിട്ട് തർക്കം നടത്തി. തർക്കത്തിൽ ബ്രാഹ്മണ തമ്പുരാക്കന്മാര് ഇവരുടെ മുന്നിൽ തോറ്റുപോയി. അവരുടെ ഇച്ഛാഭംഗം തീർക്കാൻ വേണ്ടിയിട്ട് ഇവളെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവളോടൊരു ചോദ്യം ചോദിച്ചു ബ്രാഹ്മണ തമ്പുരാക്കന്മാർ. സ്ത്രീകൾക്ക് ഏറ്റവും സുഖമേതാണ്? സ്ത്രീകളുടെ ഏറ്റവും നല്ല സുഖമേതാണ്? അപ്പൊ അവള് മറുപടി പറഞ്ഞു, ഏറ്റവും നല്ല സുഖം പ്രസവിച്ച് കുഞ്ഞിനെ പൂറ്റുന്ന സുഖമാണ്. ഉടൻ തന്നെ ഈ ബ്രാഹ്മണ തമ്പുരാക്കന്മാര് പറഞ്ഞു, കല്യാണം കഴിക്കാത്ത നീ എങ്ങനെ അതറിഞ്ഞു? കല്യാണം കഴിക്കാതെ നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ നീ മുമ്പ് പ്രസവിച്ചിട്ടുണ്ട്, നീ വഴിവിഴച്ചവളാണ് എന്ന് പറഞ്ഞിട്ട് അവളെ സ്മാർത്ഥ വിചാരം നടത്തിയിട്ട് വടിയടച്ച് കുണ്ടം വെച്ചിട്ട് തീയിലിട്ട് ചുട്ടപ്പോ ആ തീയിൽ നിന്ന് ഉയർന്നു വന്ന മൂർത്തിയാണ് മുച്ചിലോട്ട് ഭഗവതിയായി മാറിയത്. മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റത്തിൽ ഇത് കൃത്യമായി പറയുന്നു. ഇക്കാലം ഞങ്ങളെ കൊത്തിയാലും നിങ്ങളെ കൊത്തിയാലും ചോരക്ക് നിറം വ്യത്യാസമില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ഇനി എന്തിനാ നമ്മൾ തമ്മിൽ വ്യത്യാസം എന്ന് ചോദിക്കുന്ന പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റം അതാണ്. ഇതൊക്കെ ചോദ്യം ചെയ്ത ചിന്തിക്കുന്ന അമാനുഷരായിരിക്കുന്ന കഥാപാത്രങ്ങൾ